തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ CPIM നൽകിയ വിപ്പ് ലംഘിച്ച് 4 CPM അംഗങ്ങൾ UDF നൽകിയ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. പ്രസിഡന്റ് CS ബിനോയ് പുറത്തായി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് ഷെറിൻ റോയ്ക്കെതിരെയുള്ള അവിശ്വാസം ചർച്ചയ്ക്കെടുത്തു. 13-അംഗ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ LDF-ന് 5-ഉം UDF-ന് 3-ഉം BJP-ക്ക് 3 അംഗങ്ങളും 2 സ്വതന്ത്രരുമാണ് ഉള്ളത്. ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന ഭരണസമിതിയിൽ ഇടത് സ്വതന്ത്രനായി വിജയിച്ച CS ബിനോയ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും BJP പിന്തുണയ്ക്കുകയും ചെയ്തതോടെ പ്രസിഡന്റ് ആവുകയായിരുന്നു. വൈസ് പ്രസിഡന്റായി UDF സ്വതന്ത്രയായ ഷെറിൻ റോയ്ക്ക് LDF പിന്തുണയാണ് ലഭിച്ചത്. എന്നാൽ UDF-ന്റെ പിന്തുണയിൽ ജയിച്ച CS ബിനോയിയും ഇടത് പിന്തുണയിൽ വൈസ് പ്രസിഡന്റായ ഷെറിൻ റോയും BJP അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ആരോപിച്ചാണ് 4 CPM അംഗങ്ങൾ UDF-നൊപ്പം ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മുൻപ് 2 തവണ LDF നിലവിലെ ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ ഇപ്പോൾ UDF-മായി ചേർന്ന് നൽകിയ അവിശ്വാസം പാർട്ടിയുടെ അനുവാദമില്ലാതെ നൽകിയതിനാലാണ് നേതൃത്വം അവിശ്വാസത്തിന് എതിരായി വോട്ട് ചെയ്യാൻ വിപ്പ് നൽകിയത്. എന്നാൽ CPM-ന്റെ 5-ൽ 4 അംഗങ്ങളും വിപ്പ് ലംഘിച്ചതോടെ CPM പ്രതിസന്ധിയിലായി. BJP CPM സഖ്യത്തിന്റെ തെളിവാണ് അവിശ്വാസത്തെ എതിർത്ത് വോട്ട് ചെയ്യാൻ CPM നൽകിയ വിപ്പെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ രാമചന്ദ്രൻ നായർ ആരോപിച്ചു. പന്തളം നഗരസഭയിലേതുപോലെ BJP-ക്കെതിരെ CPM കൊണ്ടുവരുന്ന അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന UDF-ന്റെ നിലപാട് ഇവിടെയും പിന്തുടരുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ഉദാഹരണമാണിത്. ഇത് ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിന്റെ സ്വഭാവവും മറ്റും പരിഗണിക്കുമ്പോൾ അത് തികഞ്ഞ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് കണ്ടാണ് ഞങ്ങൾ ഈ അവിശ്വാസത്തെ പിന്തുണച്ചത്. CPM-ലെ പ്രധാനപ്പെട്ട 4 അംഗങ്ങൾ, അവർ 4-ഉം CPM-കാരാണ്. ഇതിൽ ഒരാൾ ഏരിയ LC മെമ്പറും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. തങ്ങൾ CPM പ്രവർത്തകർ തന്നെയാണെന്നും തങ്ങളുടെ ആവശ്യം പലവട്ടം പാർട്ടിയെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെയാണ് ഇത്തരമൊരു നടപടി വേണ്ടി വന്നതെന്നും CPM-ൽ നിന്നുള്ള 7-ാം വാർഡ് അംഗം റെൻസൺ K. രാജൻ പറഞ്ഞു. താൻ പാർട്ടി കുടുംബത്തിലെ അംഗമാണെന്നും എന്നാൽ പാർട്ടിയിലെ ചില കീടങ്ങളാണ് തങ്ങളെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നും റെൻസൺ K. രാജൻ ആരോപിച്ചു. അതേസമയം പാർട്ടി വിപ്പ് ലംഘിച്ച 4 മെമ്പർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന നിലപാടിലാണ് CPM നേതൃത്വം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.